നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ RJD ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തന്റെ പേരിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്നും തേജസ്വി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര നടത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യ സഖ്യം അടിച്ചുപിരിയുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് 243 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ്. അതായത് കോൺഗ്രസുമായി സഖ്യമില്ല എന്നത് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് തേജസ്വി യാദവ്. വിവരങ്ങൾ നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് RJDയുടെയും തേജസ്വി യാദവിന്റെയും ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ ഈ ഘട്ടത്തിൽ കണ്ടാൽ മതി. അവർ ഇരുവഴിക്ക് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ പല കോണുകളിൽ നിന്നും വ്യാഖ്യാനം വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസും ഒപ്പം ഘടകകക്ഷികളും കൂടുതൽ സീറ്റ് തേജസ്വി യാദവിനോടും RJDയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവരെ സമ്മർദ്ദത്തിലൂടെ മരിക്കുക എന്നുള്ളതാണ് ലാലു പ്രസാദ് യാദവിന്റെ മകന്റെ തന്ത്രം. അതിന്റെ ഭാഗമായി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് തങ്ങൾ. അത് താനാണ് തന്റെ മുഖം നോക്കി വോട്ട് ചെയ്യണം, എല്ലാ മണ്ഡലങ്ങളിലും താൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് കരുതണം എന്ന് തേജസ്വി യാദവ് പറയുകയുണ്ടായത്. പക്ഷേ അത് പെട്ടെന്നൊരു വഴിപിരിയലിലേക്ക് എത്തും എന്ന് കരുതാനും വയ്യ. അസ്വാരസ്യങ്ങളുണ്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും രണ്ട് വഴികളിലേക്ക് പിരിയും. ഇന്ത്യ സഖ്യം പൂർണ്ണമായും അടിച്ചു പിരിയുകയും ചെയ്യും. രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഈ പരസ്യ പ്രതികരണം അദ്ദേഹത്തിൻ്റെത്. കാരണം വോട്ടർ അധികാർ യാത്ര അവിടെ കോൺഗ്രസ് നടത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊട്ടു പിന്നാലെയുള്ള ഈ പരസ്യ പ്രതികരണം ശക്തമായ തിരിച്ചടിയാണ്. മാത്രവുമല്ല ശ്രീകാന്ത്, ഈ RJD ശക്തി കേന്ദ്രങ്ങളിൽ 40 മുതൽ 70 സീറ്റുകളോളം കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചർച്ചകൾ നടന്ന സമയത്തൊക്കെ. അപ്പോൾ RJDയുടെ തണലിൽ നിന്നുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിജയം സാധ്യമാകൂ. ഈ ഘട്ടത്തിൽ വൻതോതിൽ കോൺഗ്രസ് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് മറികടക്കാനുള്ള ഒരു തന്ത്രം കൂടി അല്ലേ തേജസ്വി മുന്നോട്ട് വെക്കുന്നത്? അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. കാരണം ഈ വോട്ടധികാർ യാത്ര നടത്തിയതിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചത് അത് BJPക്കെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ എന്തെങ്കിലും നിലപാടെടുക്കുക എന്നതിനപ്പുറം അവർക്ക് മറ്റൊരു തന്ത്രം കൂടി ഉണ്ടായിരുന്നു. അത് തങ്ങൾക്ക് അവിടെ വലിയ സ്വാധീനമുണ്ടെന്ന് RJDക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർക്കുള്ളിലാണ് ഇപ്പോൾ ഒരു ഇൻഫൈറ്റ് നടക്കുന്നുണ്ട്. കോൺഗ്രസിന് അത്രയധികം ശക്തിയില്ല എന്നും കോൺഗ്രസിന് തങ്ങൾ അനുവദിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കേണ്ടി വരും എന്ന നിലപാടിലാണ് നിലവിൽ RJD ഉള്ളത്. അത് കോൺഗ്രസ് എന്തായാലും അനുവദിച്ചു കൊടുക്കാനും പോകുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സാധിച്ചില്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളിലായി നിന്ന് മത്സരിക്കേണ്ടി വരും. ഇന്നത്തെ അവസ്ഥയിൽ സമ്മർദ്ദതന്ത്രമായി കണ്ടാൽ മതി സീറ്റ് കുറപ്പിക്കാനുള്ളത്. പക്ഷെ അത് പരിഹരിക്കാത്ത പക്ഷം തമ്മിലടി രൂക്ഷമാകും. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.